മസ്കറ്റിലെ ആരോഗ്യ മേഖലയിൽ ഒമാനൈസേഷൻ ഊർജിതമാക്കുന്നു. ഖരീഫ് സീസണിനോടനുബന്ധിച്ച് കൂടുതൽ വിമാന സർവീസുമായി എയർ ഒമാൻ. റോഡ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഒമാൻ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ആരോഗ്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായി മസ്കറ്റ് ഗവർണറേറ്റ് ഒരുങ്ങുന്നു. ആരോഗ്യ മേഖല തൊഴിൽ ഭരണ സമിതിയുമായി ചേർന്ന് വിവിധ മെഡിക്കൽ സ്പെഷ്യലൈസേഷനുകൾ ലക്ഷ്യമിട്ടുള്ള പ്രധാന തൊഴിൽ ഒമാനൈസേഷൻ സംരംഭങ്ങൾ സജീവമാക്കും. മസ്കറ്റ് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദി, ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡ് സിഇഒയും ആരോഗ്യ മേഖല എംപ്ലോയ്മെന്റ് ഗവേണൻസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഡോക്ടർ ഫാത്തിമ ബിൻത് മുഹമ്മദ് അൽ അജ്മിയുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണറേറ്റിലെ ആരോഗ്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മുൻഗണനാ സംരംഭങ്ങൾ അവലോകനം ചെയ്തു. ദന്ത ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, മെഡിക്കൽ കോഡർമാർ എന്നിവരെ നിയമിക്കാനുള്ള പദ്ധതികളും ചർച്ച ചെയ്യപ്പെട്ട സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. ആരോഗ്യ അക്കാദമിക് സ്ഥാപനങ്ങളിലെ ബിരുദധാരികളെ തൊഴിൽ വിപണി ആവശ്യങ്ങൾക്കനുസൃതമായി സ്പെഷ്യലൈസേഷനുകളിൽ വീണ്ടും പരിശീലിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു റിക്വാലിഫിക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും വിശകലനം ചെയ്തു. മെഡിക്കൽ മേഖലയിലെ തൊഴിൽ ശക്തിയുടെ ആവശ്യകതകൾ വിലയിരുത്തുക, ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം നിർണ്ണയിക്കുക, മേഖലയ്ക്കുള്ളിൽ സ്ഥിരമായ തൊഴിൽ ഉറപ്പാക്കുന്നതിന് സുസ്ഥിര തന്ത്രങ്ങൾ വികസിപ്പിക്കുക എന്നിവ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ തൊഴിൽ ഭരണ സമിതിയുടെ പങ്കിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. വരാനിരിക്കുന്ന ഖരീഫ് സീസണിനോടനുബന്ധിച്ച് മസ്കറ്റിനും സലാലയ്ക്കുമിടയിൽ കൂടുതൽ വിമാന സർവീസുകളുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ. സീറ്റുകളുടെ എണ്ണത്തിലും വർധനയുണ്ട്. മസ്കറ്റിനും സലാലയ്ക്കുമിടയിൽ 12 പ്രതിദിന വിമാന സർവീസുകൾ നടത്താനാണ് ഒമാൻ എയർ ഒരുങ്ങുന്നത്. 70,000 സീറ്റുകൾ കൂടി ചേർത്തിട്ടുണ്ടെന്നും എയർലൈൻ അറിയിച്ചു. ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമാണ് ഈ നീക്കം. ഈ കാലയളവിൽ എല്ലാ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾക്കും നിശ്ചിത ദേശീയ നിരക്കുകൾ നിലനിർത്തുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. ഒമാനി പൗരന്മാർക്ക് ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 5 വരെ 54 റിയാൽ നിരക്കിൽ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും കഴിയും. അതേസമയം ഖരീഫ് സീസൺ ജൂൺ 21 ആരംഭിച്ച് സെപ്റ്റംബർ 20 വരെ തുടരുമെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചു. സമഗ്രമായ ഷോപ്പിംഗ് ഏരിയ, ഓപ്പൺ എയർ തിയേറ്റർ, ആധുനിക ഗെയിമിംഗ് ഏരിയ, നവീകരിച്ച ലൈറ്റിംഗ്, ലേസർ ഷോ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആഗോള ഇവന്റ് ഹബ്ബായിരിക്കും ഇത്തിൻ സ്ക്വയർ സൈറ്റ് എന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞു. ഹെറിറ്റേജ് വില്ലേജിനെ ആഗോള ഗ്രാമമാക്കി മാറ്റുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കുടുംബ വിനോദ പ്രവർത്തനങ്ങൾക്കായി ഔഖാദ് പാർക്ക് മാറ്റിവെക്കും. സലാല പബ്ലിക് പാർക്ക് ശരത്കാല സീസണിലുടനീളം വിവിധ കായിക പ്രവർത്തനങ്ങൾക്കായിരിക്കും ഉപയോഗപ്പെടുത്തുക. അൽ മറൂജ് തിയേറ്ററിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ നടക്കും. സലാലയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നടക്കുന്ന സമയമാണ് ഖരീഫ് കാലം. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് പേരാണ് ഖരീഫ് ആസ്വദിക്കാനായി ദോഫാറിലേക്ക് ഒഴുകുക. സ്വന്തം വാഹനങ്ങളിലും മറ്റുമായി റോഡ് മാർഗം പോകുന്നവരും നിരവധിയാണ്. എന്നാൽ സമയലാഭം കണക്കിലെടുത്ത് വിമാനം തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂരിഭാഗവും. അവരെ മുന്നിൽ കണ്ടാണ് ദേശീയ വിമാന കമ്പനി കൂടുതൽ സർവീസുകളും സീറ്റുകളുമായി സീസണിനെ വരവേൽക്കാനൊരുങ്ങുന്നത്. സുൽത്താനേറ്റിന്റെ ഗവർണറേറ്റുകളിലെ മരുഭൂമി പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന റോഡ് ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ശക്തമായ കാറ്റുമൂലം മണൽ അടിഞ്ഞുകൂടാനും പൊടിപടലങ്ങൾ ഉയരുന്നത് മൂലം ദൃശ്യപരതയിൽ ഗണ്യമായ കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. പ്രതികൂല കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ഈ പ്രദേശങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് വാഹനം ഓടിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഒമാൻ. ഇരു രാജ്യങ്ങളും സമാധാനപരമായ സംഭാഷണങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. നിലവിലെ അപകടകരമായ സാഹചര്യം ലഘൂകരിക്കാനും പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര മാർഗങ്ങൾ സജീവമായി പിന്തുടരാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. നിലവിലെ സംഘർഷം വളരെയധികം ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ അപകടകരമായ സംഘർഷം നിയന്ത്രിക്കാനും സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വവും ഐക്യവും കൈവരിക്കുന്നതിനും രാഷ്ട്രീയ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.